ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഞാൻ ഇന്നൊരു അലുവയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഉറുമാമ്പഴം അഥവാ മാതള നാരങ്ങ വെച്ചാണ് ഞാനിവിടെ അലുവ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ: 2 ഉറുമാമ്പഴം, 1 കപ്പ് പഞ്ചസാര, 3 ടീസ്പൂൺ കോൺഫ്ലവർ, കുറച്ച് അണ്ടിപ്പരിപ്പ്, 4 ഏലക്കായി, 6 ടീസ്പൂൺ ഗീ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കാദ്യം ഒരു ജാറിലേക്ക് ഏലക്കായും ഉറുമാമ്പഴവും ഇട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ച 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് തന്നെ നല്ലപോലെ ഇളക്കിയെടുത്താൽ മതിയാകും. കട്ടയില്ലാതെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ കുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ചെറുതായി ഒന്ന് കളർ മാറിയാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുള്ളൂ. ഓക്കെ, ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച ഉറുമാമ്പഴം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏകദേശം 40 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉറുമാമ്പഴം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് കഴിയുന്നത് വരെ. ഓക്കെ, ഇനിയുള്ള ഓരോ 5 മിനിറ്റിൽ നമുക്ക് ഓരോ ടീസ്പൂണായി ഗീയും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ അലുവ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൂടി നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. ഒന്നുകൂടി വറ്റി ഇത് സ്പൂണിൻ്റെ കൂടെ തന്നെ ഒട്ടി വരും. നമുക്കതുവരെ ഇതിനെ കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഉള്ളിലെ പാത്രത്തിൽ നിന്നും നല്ലപോലെ വിട്ട് വരുന്നുണ്ട്. നമുക്കിതൊരു ഗീ പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയ ഒരു ഐറ്റമാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.